ഗോവ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന ബീച്ചുകൾ മാത്രമാണ്. പക്ഷെ ഗോവയിൽ ചെന്നാൽ നമുക്ക് ഒരു പോർച്ചുഗൽ കൊങ്കണി സംസ്കാരത്തിൻ്റെ ഒരു ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ് കാണാൻ പറ്റും ഗോവയിലെ. എന്താ പറയുന്നത്, നമ്മുടെ ബിൽഡിങ്ങുകളാണേലും അവരുടെ സംസ്കാരമാണേലും അവരുടെ ജീവിത രീതിയൊക്കെ അങ്ങനെ. ആ ഗോവയിൽ ശരിക്കും പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യാനിറ്റിയുടെ കൂടെ തന്നെ ഹിന്ദു മതത്തിനും വളരെ പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനമാണ്. പ്രത്യേകിച്ച് ഗോവയിൽ അതിപുരാതനമായ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അതിലൊരു ക്ഷേത്രമാണ് ഈ ശാന്ത ദുർഗാദേവി ക്ഷേത്രം. ഗോവൻ ജീവിത രീതി എന്ന് പറയുന്നത് സ്വസഗാഡോ എന്ന കോൺസെപ്റ്റിനെ പിന്തുടർന്ന് അവർ ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം. അപ്പം ഈ ശാന്ത ദുർഗാദേവി ക്ഷേത്രം ഒരു സമാധാനത്തിൻ്റെ ക്ഷേത്രമാണ്. ഗോവയിലെ അതിപ്രശസ്തമായ ഒരു ദുർഗാദേവി ക്ഷേത്രം. വിഷ്ണുവും പരമശിവനും കൂടെ യുദ്ധം നടത്തിയപ്പോൾ മീഡിയേറ്ററായിട്ട് നിന്നത് ദുർഗാദേവിയായിരുന്നു. അങ്ങനെ ആ യുദ്ധം അവസാനിപ്പിച്ചതുകൊണ്ടാണ് ശാന്ത ദുർഗാദേവി എന്നറിയപ്പെടുന്നത്. ഈ ക്ഷേത്രം 18-ാം നൂറ്റാണ്ടിൽ പണിതാണ്. നമ്മൾ ഈ ക്ഷേത്രത്തിൽ പോയാൽ ഈ ക്ഷേത്രത്തിൽ ഒരു ഇൻഡോ പോർച്ചുഗീസ് സംസ്കാരം കാണാനും, കാരണം ചുവന്ന മേൽക്കൂര, വൃത്താകൃതിയിലുള്ള ക്ഷേത്രക്കുളം, വിളക്ക് മാടം, ഇതെല്ലാം നമ്മൾ സാധാരണ ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് കാണാൻ പറ്റുന്ന ക്ഷേത്രം. അതുപോലെ തന്നെ ഈ ക്ഷേത്രം 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു പുരാതനമായ ക്ഷേത്രമാണ്. അപ്പോൾ തീർച്ചയായും ഗോവ നിങ്ങൾ സന്ദർശിക്കുവാണെങ്കിൽ ഒരിക്കലെങ്കിലും ശാന്ത ദുർഗാദേവി ക്ഷേത്രത്തിൽ പോവുക. ദുർഗാദേവിയുടെ അനുഗ്രഹം വാങ്ങിക്കുക.